ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. വന്നപ്പം കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ ചോറും കൂട്ടാനൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കണമല്ലോ. ആരും ഉണ്ടാക്കി തരാനൊന്നും ആളില്ലല്ലോ. അപ്പോൾ ഇപ്പാൻ്റെ പൊറോട്ടയും കൊണ്ട് പോന്നിക്കണം. അപ്പോൾ പൊറോട്ടയ്ക്ക് കറി ചിക്കനൊക്കെ അരിച്ചങ്ങാണ്ടാണ് ചിക്കൻ വാങ്ങിയത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ. അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പം നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചങ്ങാണ്ടുള്ള ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണയും ചൂടായപ്പോൾ ഞാൻ ഗ്രാമ്പു, പട്ട, ഏലക്ക അതൊക്കെ കുറച്ചിട്ടോ. അങ്ങനെ അതൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്ത് വെച്ചത് അതിട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇലയും ഉപ്പൊക്കെ ഇട്ടെടുത്ത് അതൊക്കെ ഒന്ന് വാടി വന്നപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്ത് അത് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ ചതച്ച് വെച്ച തക്കാളി, ചെറിയുള്ളി, പച്ചമുളക് അതും ഇട്ടെടുത്ത് അത് ഞാൻ ചോപ്പറിലിട്ട് ഒന്നാണ് ചോപ്പ് ചെയ്ത് കൊടുത്തേക്കാണ്. എന്നാൽ പെട്ടെന്ന് അത് വാടിക്കിട്ടും. അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ വേറിട്ട് കിടക്കുമ്പോൾ അതൊക്കെ പൊറുക്കിയിടും മക്കൾ. അപ്പോൾ ഇങ്ങനെ ആകുമ്പം അന്ന് പൊറുക്കിയിടാൻ കിട്ടൂല. പച്ചക്കറിയൊക്കെ ഓരോ വയറിൻ്റെ ഉള്ളിൽ എത്തും ചെയ്യും. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളകും പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി. അതാണ് പൊടികളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മളെ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതും കുറച്ച് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ കറിക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. എൻ്റെ ബാക്കിൽ എല്ലാവർക്കും നല്ലോണം വിഷം നിൽക്കണം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെന്തിക്കണം കേട്ടോ. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു അരമുറി തേങ്ങൻ്റെ തേങ്ങാപ്പാൽ ഞാൻ എടുത്തേക്കണം. അധികം വെള്ളമൊന്നും ആക്കിയിട്ടില്ല, കുറച്ച് വെള്ളമുണ്ട്. എന്നാൽ കറി അത്യാവശ്യം നമുക്ക് പൊറോട്ട അല്ലേ അതിലേക്കുള്ള കറി വേണമല്ലോ. അപ്പം അങ്ങനെ ഇനി ഇത് തിളക്കാൻ നിൽക്കണ്ട. അപ്പം പെട്ടെന്ന് നമ്മൾ മൺചട്ടിയാണ് ഇങ്ങനെ തിളച്ചും കൊണ്ടേ നിൽക്കും. പെട്ടെന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടോ.
മക്കൾക്കും പൂച്ചക്കുള്ള ഒരു പൂച്ചക്കും ഒക്കെ കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്നും വേണ്ട. അവനിങ്ങനെ വിശക്കുമ്പോൾ അത് കിട്ടിയാൽ മതി. അത് നീന്ത്രപ്പായ ആണെങ്കിൽ ഒരു കാര്യം, ഇത് റോബസ്റ്റിൻ്റെ പായ അതേ കഴിക്കുള്ളൂ, അത് അല്ലെങ്കിൽ മൈസൂർ പായം. നീന്ത്രപ്പായ ഇഷ്ടമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.